ഹായ് ഗായ്സ്, സോ ഞാനിന്ന് വാഗമൺ ട്രിപ്പ് പോവാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോ അതിൻ്റെ ഒരു സ്മോൾ വ്ളോഗാട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ ഇവിടുന്ന് ഞാൻ ഫ്ലോട്ടിൽ നിന്ന് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര സൂപ്പർ പ്ലേസ് കണ്ടിട്ട് കണ്ടോ. ഇവിടെ അങ്ങോട്ട് ഒത്തിരി കയറ്റാണ്. എത്രത്തോളം എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്നറിയില്ല, കാരണം ഇതിനകത്ത് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. അതിനുശേഷം ഇവിടുന്ന് ഒത്തിരി അങ്ങോട്ട് നടക്കണം, നല്ല കയറ്റാണ്. ഇതൊരു മലയാണ്. ഉണ്ടോ, അവിടെ നിന്ന് അങ്ങ് ദൂരെ ഒത്തിരി പോകാനുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ പോവും. പിന്നെ അവിടെ ഫുൾ തേയിലത്തോട്ടാ. നോക്കട്ടെ കേസ്, നല്ല രസമുണ്ട് കേസ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഫുള്ള് തേയിലത്തോട്ടാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇവിടുത്തെ ഈ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇവിടെ നിന്നൊക്കെ കയറി മുകളിലേക്ക് കയറാൻ പറ്റും കേട്ടോ, ഈ മല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. ഇവിടെ നിന്ന് ഫുൾ ചുറ്റും മലയാണ്. ഇവിടെ ഇങ്ങനത്തെ വലിയ വലിയ മരം കാരണം കൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്തതാണ്. ഇതിലിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇനി എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഈ മല കയറണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറേ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ എനിക്ക് എത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഞാൻ മോർണിംഗിൽ എപ്പോഴെങ്കിലും ചിലപ്പോൾ കയറും. ഒരു അഡ്വഞ്ചർ വോക്കിന് പോകട്ടോ. അതൊരു ഒന്നൊന്നര അഡ്വഞ്ചർ വോക്കായിരുന്നു. ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഇത്രയും ദൂരം നടക്കണം എന്നറിയാമായിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. പോയതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടോ. അത് കുറേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതന്നെ ഒത്തിരി നടക്കാനുണ്ട്. കാരണം പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ നോക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു കുഴിയാണ്. അങ്ങനെ ഭയങ്കര അടിയിലേക്കാണ് കേട്ടോ. കാരണം ഇത് മല വെട്ടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയേക്കുന്നത്, റോഡ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ മെയിൻ എനിക്ക് ഇഷ്ടമായത് ഇതേപോലത്തെ വാട്ടർഫോൾസ് ആട്ടോ. എൻ്റെ മുന്നേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അത് നല്ല തണുപ്പാണ് ഈ വെള്ളത്തിൻ്റെ വെള്ളമാണ് ഇതിൽ കൂടെ നിറച്ചോടി പോണ്ടിട്ട്. ഇവിടെ കണ്ട് ഫുൾ ഇങ്ങനെ മരങ്ങളാണ് അവിടെയൊക്കെ, ഫോറസ്റ്റാണ്. പിന്നെ നല്ല രസമായിട്ട് എനിക്ക് ഇവിടുത്തെ മെയിൻ എനിക്ക് ഇഷ്ടമായത് ഇവിടുത്തെ വാട്ടർഫോൾസാണ്. വാട്ടർഫോൾസ് കിഡുമാണ്, ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അതേ ഉണ്ട് അവിടെ ഫുള്ള് ഇതേപോലത്തെ മരങ്ങളാണ്. റോക്കാണ് ചോദിച്ചത്, കുറച്ചധികം നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. അധികം മറ്റേ പിന്നെ പ്ലേസ് പോലെയാണ് ഫുള്ള്. ദിവസം പറഞ്ഞത് നേരിട്ടാണ്, നല്ല ഭംഗിയുണ്ട്. ഞാൻ ക്യാമറ എടുക്കുമ്പോൾ അധികം ഒന്നും സൂം ആവുന്നില്ല കേട്ടോ. ഇതേ ഒറിജിനൽ ഇതിനകത്ത് എത്തി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഏതോ ഒരു മല കയറാമെന്നാണ് ഞാൻ അറിഞ്ഞത്. അയ്യോ യെസ്, നല്ല രസമുണ്ട് കാണാൻ. ഇത് അടിയിൽ അങ്ങനത്തെ ലേക്കും മുകളിലെ പാലമായിട്ടാണ് കേട്ടോ. പക്ഷേ ഈ പാലത്തിൻ്റെ അവസ്ഥ കുറച്ചധികം പാടായിരുന്നു, കാരണം ഭയങ്കര ചെടി കെട്ടി കിടക്കണ ഇതായിരുന്നു കേട്ടോ പാലം. അടിപൊളി ലേക്ക് ഉണ്ട് കേട്ടോ അവിടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിൽ കൂടെ ഫുൾ ആ ഒരു ലേക്ക് പോകുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് കണ്ടുവരണം കേട്ടോ ഇതേപോലത്തെ ലേക്സ്. ഈ ലേക്സിൽ തന്നെ ഇതേപോലെ ഒത്തിരി ഇങ്ങനത്തെ കല്ലുകൾ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ വാട്ടർഫോൾ പോലെ ഇരിക്കും. പക്ഷെ ഇതിനൊന്നും അധികം ആഴുണ്ടാവും, പക്ഷേ തീരെ വീടുണ്ടാവില്ല, തോട് പോലെ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ് കാണാൻ. സത്യം പറഞ്ഞാൽ ദൂരത്തിൽ നിന്ന് കാണുമ്പോഴായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. നല്ല രസം. ഈ ഒരു റിവർ കാണാൻ നല്ല രസമാണ് കേട്ടോ, ഇതിൻ്റെ വാട്ടർഫോൾസൊക്കെ. പിന്നെ കുറേ എനിക്ക് വീടെടുക്കാൻ പറ്റിയില്ല, കാരണം നടന്ന അവസാനം കുറേ വേഗം നടന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറേ വീടെടുക്കാൻ കുറേ വീടെടുക്കാനൊന്നും പറ്റിയില്ല.
നല്ല കുഴപ്പമില്ല ഗൈസ്. ബട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇത് കയറുന്ന സമയത്ത് ഇങ്ങനെ റൗണ്ട് ചുറ്റി കയറുന്ന സമയത്ത് ഇതേപോലെ ഓട്ടൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ഈ ഒഴുകണൻ്റെ. ഞാൻ അവസാനം ഞാൻ ആ പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ, നല്ല രസമുണ്ട്. ഇവിടെ നല്ല ചാച്ചൻ വഴി. അങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാം. ഇനി നേരെ പോയി കിടക്കണം. അത് മാത്രമാണ് ഞങ്ങളുടെ പ്ലാൻ. തുറക്കാൻ പറ്റില്ല. സോ ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയത് ഇതേപോലത്തെ ഒരു വീടാട്ടോ. സോ മുകളിലേക്ക് ഇതേപോലത്തെ ഒരു വഴിയുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ഫുൾ വീട് കേട്ടോ. ഒരു റൂം വിട്ട് വരുന്നതാണ് വിചാരിച്ചത്, പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു ഫുൾ വീടാട്ടോ. നമുക്ക് മാത്രമാണ് കിട്ടിയേക്കണേ. റൂം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളെടുത്ത് ഈ റൂമിൽ ഒറ്റയ്ക്ക് താമസിച്ചോളാൻ പറഞ്ഞു. സോ ഇതാണ് ഞങ്ങളുടെ റൂം. സോ ഞങ്ങൾ കിടക്കണത് ടെൻറ്റിലാണ് കേട്ടത്. ഈ ഒരു ടെൻറ്റിലാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഫുൾ കിടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ടെൻറ്റിൽ കിടക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക്. സോ ഫസ്റ്റ് ടൈം ടെൻറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ പോവാണ്. സോ പിന്നെ ഫാനിൻ്റെ ആവശ്യമില്ല, കാരണം അത്രയും തണുപ്പുണ്ട്. നമുക്ക് ഇതേപോലെ ജസ്റ്റ് വാക്കിനാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര അഡ്വഞ്ചറായിരുന്നു കേട്ടോ. ആ ലേക്ക് കടന്നു പോയിട്ട് പിന്നെ വീഡിയോ എടുത്തില്ല. വീട്ടിലെത്തിയപ്പോൾ 9 മണിയായിട്ട് കേട്ടോ. എത്ര 2:30 ഇറങ്ങിയിട്ട് 9 മണി. അത്രയും ആ ഒരു മല ഫുൾ കയറി നമ്മൾ നടന്നാണ് വന്നത്. ഇത് തന്നെ അവസാനം വെയ്യാണ്ടായിട്ട് കാലൊക്കെ കഴച്ചു തുടങ്ങി. ഒരു വിധം വീട്ടിലെത്തി ഫുഡ് കഴിച്ചു. അവിടെ തന്നെ ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ കോട്ടേജിലേക്ക് ഞങ്ങൾ വന്നു. അയ്യോ, പറയുമ്പോഴൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു ഇതുണ്ട്. കാരണം അത്ര നടക്കേണ്ട കൈയൊക്കെ ഇങ്ങനെ വിറച്ചിട്ട് വല്ലാത്തൊരു. ഞാൻ മഴക്കാലത്തും ഫാനിട്ട് കിടക്കുന്ന ഒരാളാണെങ്കിലും ഇവിടെ വരുമ്പോൾ അത്രയ്ക്ക് വലിയ തണുപ്പ് ഉണ്ടാവില്ല എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അത്രയും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങളിനി കിടക്കാൻ പോവാണ്. ശരി, നടക്കാം. ഹായ് ഗായ്സ്. സോ ഇന്ന് നമ്മുടെ വാഗമണിലെ സെക്കൻഡ് ഡേ ആണ്. സോ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീൻ്റെ അങ്ങോട്ട് പോവാണ്. ഇത് കയറുന്ന വഴിയും നല്ല റിസ്ക്കിയാണ്. കുറച്ചധികം മല കയറണം. അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. ഫുള്ള് ഇതേപോലെ ഭയങ്കര കല്ലും കെട്ടിയും ഒക്കെയുള്ളൊരു സ്ഥലമായത് കാരണം കൊണ്ട് തന്നെ മഴ പെയ്തിട്ട് തെന്നിയും കൂടി കിടക്കുകയാണ്. അതുകൊണ്ട് കയറാൻ കുറച്ച് അധികം നമ്മൾ ബുദ്ധിമുട്ട് പെടേണ്ടി വരും. ഇപ്പം ഞാനുള്ളത് റിദംബര ടെമ്പിളിലാട്ടോ. ഇത് ഒരു അടിപൊളി പ്ലേസാണ്. ഇതൊരു അണ്ടർഗ്രൗണ്ട് ടെമ്പിളാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ കാണുന്നത് തന്നെ. സോ ആ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്, ഒരു കിട്ടു ടെമ്പിളാട്ടോ. ഇതിൻ്റെ ഒരു ഫുൾ നേച്ചർ ഓൾസോ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ചെയ്തിട്ട് ഒരു ഭയങ്കര ചോരയുടെ ശബ്ദമാട്ടോ കേൾക്കുന്നത്. ഞാൻ ഇന്നലെ പോയ ഒരു റിവർ ഉണ്ടല്ലോ, അവിടെ തന്നെ ഇതാണ് ആ ഒരു ടെമ്പിൾ. എൻ്റെ മുന്നോ അടിപൊളി ടെമ്പിളാട്ടോ. അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ എടുക്കാട്ടോ. ഇത് മുകളിലേക്ക് ഒരു മേൽക്കൂര മാത്രമേ ഉള്ളൂ. താഴത്തേക്ക് ഇതേപോലെ കണ്ടോ, ഇതേപോലെ താഴത്തേക്കാണ്. ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതെൻ്റെ ഒരു ഫേവറേറ്റ് ഫ്ലവറായിട്ടോ. കാരണം അത്രയും അടിപൊളി ഫ്ലവറായിരുന്നു. സോ ഇതാണ് ഈ ഒരു ഫ്ലവറാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു വഴി ഇറങ്ങിയാൽ ചോലയിലെത്താട്ടോ. ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ. പക്ഷേ അന്ന് പണ്ട് വന്നാൽ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഞാൻ ഇറങ്ങിയില്ല, എൻ്റെ പാരൻസ് ഇറങ്ങിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഇറങ്ങണം എന്ന് വന്നപ്പോൾ ഇപ്പം ആ എൻട്രി ബ്ലോക്കാക്കി. ഇപ്പം അങ്ങോട്ട് ഭയങ്കര വെള്ളം കാരണം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ ആരെയും സമ്മതിക്കുന്നില്ല. പിന്നെ ഈ വഴി ഇറങ്ങാമെന്ന് വെച്ചാൽ നിറച്ച് കാടും പുല്ലൊക്കെ. പിന്നെ
നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ആ ചോലയിലത്തെ വെള്ളം അടിച്ചിട്ട് ഭയങ്കര കാറ്റാട്ടോ ഇവിടെ. ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ വാട്ടർഫോളിൻ്റെ. എൻ്റെ സൗണ്ടും കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത്രയും ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. ഈ ആ ഒരു വീട് കാണില്ലേ, ആ വീടിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ടാണ് ഈ വെള്ളം വരുന്നത് കേട്ടോ. ഭയങ്കര സൗണ്ടാണ് ഇവിടെ. രാത്രി ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഞങ്ങൾ കിടക്കുന്ന ആ ഒരു കോട്ടേജും. പിന്നെ ഇവിടെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ ആട്ടത്. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലൊരു മേൽക്കൂരയുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് അങ്ങ് ടെമ്പിളാണ്. നമ്മൾ സാധാ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സ്റ്റെപ്പ് ഇട്ട് അടിയിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ആ ഒരു അണ്ടർഗ്രൗണ്ട് ടെമ്പിളാണത്. ഇതും ഞങ്ങളുടെ കോട്ടേജിൻ്റെ തൊട്ടിപ്പുറത്താട്ടോ. ഒരു ജസ്റ്റ് ഒരു വളവും തിരിഞ്ഞാൽ മതി. പിന്നെന്താ, അങ്ങനെ ഒത്തിരി സ്ഥലമുണ്ട്. സോ മോർണിംഗ് ജസ്റ്റ് വോക്കിന് ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ഇതായി തോന്നി. സോ അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഇവിടെ ഫുള്ള് ഇതേപോലെ മറ്റേ കാപ്പിക്കുരുവിൻ്റെ ഇതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഏലക്കായയുടെ ചെടിയും കാപ്പിക്കുരുവിൻ്റെ ഒക്കെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ കണ്ടാൽ ഫുള്ള് ഈ ഗ്രീൻ കളർ സാധനം എനിക്ക് ഉണക്കിയിട്ട് ഈ നിറച്ചുണ്ട് ഈ സാധനം. ഇവിടെ കുറേ ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒത്തിരി ഉണങ്ങിയതുണ്ട്. കുറച്ചുകൂടി മുകളിൽ പോകുമ്പോൾ അവിടെ ഉള്ളൊരു കുതിരയാട്ടോ ഇത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കുതിരേനെ നേരിട്ട് തന്നെ കാണുന്നത്. ഇങ്ങനെ തൊട്ടടുത്ത് എന്നിട്ട് തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആ ട്രയാങ്കിൾ വീട് വിട്ടിറങ്ങിയിട്ടോ. അവിടെ നിന്ന് ട്രയാങ്കിൾ വീടിൻ്റെ ചാച്ചയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഓൾസോ എൻ്റെ ബാഗ് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ കല്ലും കെട്ടാൻ ഇറങ്ങി വരാൻ അത് 1.5 മണിയായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്തണ്ടായില്ല കേട്ടോ. അവിടെ നിന്ന് ഞാൻ ഗായത്രി ചേച്ചിനെ കണ്ടായിരുന്നു കേട്ടോ. ഗായത്രി, അരുൺ ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ വ്ളോഗ്സൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ ചേച്ചിയുടെ അടുത്ത് കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ അത് ഈ ഒരു ഫോട്ടോയും എടുത്തു. അതിന് ശേഷം ചേച്ചിയുടെ വ്ളോഗിൽ നിന്ന് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. അതിന് ശേഷം അവിടെ ഞാൻ ഇറങ്ങി. സോ വന്ന വഴിക്കല്ലായിരുന്നു തിരിച്ചു വന്നേ. സോ അവിടുത്തെ കുറച്ച് വ്യൂസാണിത്. സോ ഗായ്സ്, ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വീട്ടിലിപ്പോൾ 12 മണിയാണ്. 12 മണി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. നല്ല ടയേർഡായിട്ടുണ്ട്. പോയി കിടന്ന് ഉറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ടെൻറ്റിൽ ഉറങ്ങാൻ പറ്റിയെങ്കിലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. സോ ഇന്ന് വന്ന സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണം. സോ അതേപോലെ ബൈ ബൈ.